അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ആശുപത്രി റോഡ് തകർന്നിട്ട് നാളുകൾ. ദിവസവും നൂറുകണക്കിന് രോഗികളാണ് ഇതുവഴി ആശുപത്രിയിലേക്ക് എത്തുന്നത്. റോഡ് നവീകരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. ഒരു ഹോസ്പിറ്റലില്ല, പഞ്ചായത്തിൽ ഇത്ര മാസങ്ങൾ കൊണ്ട് കിടക്കുവന്നിരിക്കുകയാണ്. അത് മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു മെയിൻ റോഡ്. അത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഒരു ആംബുലൻസ് പോകാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. രോഗിയെ കൊണ്ടുപോയാൽ ആ രോഗി കുന്നിയും ചാടി വേണം വണ്ടി പോകാൻ. ദൈനംദിനം നൂറുകണക്കിന് രോഗികളെത്തുന്ന ആശുപത്രിയിലേക്ക് പോകുന്ന റോഡിന്റെ ദുരവസ്ഥയാണിത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിലെ സെന്റ് ജോസഫ് മിഷൻ ആശുപത്രി റോഡ് തകർന്ന് തരിപ്പണമായിട്ടും അധികാരികൾ നിസ്സംഗത പുലർത്തുകയാണ്. പഞ്ചായത്ത് അധികാരികളോ ആശുപത്രി അധികാരികളോ റോഡ് നന്നാക്കാൻ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെയും ഡ്രൈവർമാരുടെയും പരാതി. രോഗികളെ കൊണ്ട് ഒരു ഭയങ്കര കഷ്ടമാണ്. ആൾക്കാരെല്ലാം കംപ്ലൈന്റ് പറയാം. ആംബുലൻസ് ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിവസവും ഈ റോഡിലൂടെ ആശുപത്രിയിൽ എത്തുന്നത്. ഈ റോഡിലൂടെയുള്ള യാത്ര അക്ഷരാർത്ഥത്തിൽ നടുവൊടിക്കുമെന്നാണ് ഓട്ടോ യാത്രക്കാരും സാക്ഷ്യപ്പെടുത്തുന്നത്. ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പോകുന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായി. കുഴിന്ന് രാവിലെ വന്നപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെല്ലാം പൊളിഞ്ഞു കിടക്കുന്നു, അവിടെ അതുപോലെ കിടക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റിയുള്ള ആശുപത്രിയുടെ റോഡിന്റെ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി തയ്യാറാകണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.